പാട്ടുപാടി എയറിലാവുന്ന ഒരുപാട് സെലിബ്രിറ്റികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണോട് കാണുന്നതെല്ലാം എന്ന് പറഞ്ഞ പാട്ടുപാടി എയറിലായ ആര്യദയാലിനെ നമ്മൾ അത്ര എളുപ്പമൊന്നും മറന്നു കാണില്ല. അങ്ങനെ എയറിലായ സെലിബ്രിറ്റികളിൽ ഇക്കൂട്ടത്തിൽ പുതിയതായി വന്നിട്ടുള്ളതാണ് ഗൗരി ലക്ഷ്മി. തീർച്ചയായും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പാട്ടുപാടിക്കൊണ്ട് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഗൗരി ലക്ഷ്മിയുടെ എയറിലായ പാട്ടാണ് എൻ്റെ പേര് പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ പാട്ട് എയറിലായി എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഒരു ഇൻ്റർവ്യൂവിലൂടെയാണ് ഈ പാട്ട് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാട്ട് ഫോളോ ചെയ്യുന്ന, എൻ്റെ ജേണർ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാരിലേക്ക് ഈ പാട്ട് എത്തിക്കുകയും തൽഫലമായിട്ടാണ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നത് എന്നുമായിരുന്നു അവരുടെ പക്ഷം. അതിനെപ്പറ്റിയൊന്ന് ഇത്തരത്തിൽ ജേണർ മാറി ഇറങ്ങിയത് കൊണ്ട് വിമർശനം കേട്ടൊരു പാട്ടാണ് രാക്ഷസി എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പാട്ടുകൾ പുതുമയായിരുന്നു. എൻകരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി എന്ന് പറയുന്ന വാക്കുകളിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ച് പല സംഗീത പണ്ഡിതരും രംഗത്തെത്തി. ഈ ഒരു പാട്ടിനെ പറ്റി പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു കോളേജുകാരൻ പയ്യൻ തൻ്റെ കാമുകിയോട് പാടുന്ന പാട്ടിൽ അർത്ഥവത്തായ വലിയ വലിയ വരികൾ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലേ എന്നായിരുന്നു അദ്ദേഹം ഒരു പരിഹാസ രൂപേണ ചോദിച്ചത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. തീർച്ചയായും പൃഥ്വിരാജിൻ്റെ ആ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ മാസായിരുന്നു. എന്നാൽ ആ ഒരു പാട്ട് മാത്രമല്ല, പിന്നീട് വേറെയും കുറേ പാട്ടുകൾ ഇത്തരത്തിൽ ജേണർ മാറി ഇറങ്ങിയതുകൊണ്ട് വിമർശനങ്ങൾ നേരിട്ടു. അതിലൊന്നാണ് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി എന്ന് പറഞ്ഞ പാട്ട്. അതുവരെ നമ്മൾ ക്ലീഷേ പറഞ്ഞു വന്നതുപോലെ വളരെ അർത്ഥവത്തായ വരികൾ വെച്ച് വരുന്ന പാട്ടുകൾക്കപ്പുറത്തേക്ക് അപ്പങ്ങൾ ചുട്ട അമ്മായി എന്ന് പറഞ്ഞ പാട്ടിന് എന്തർത്ഥമാണുള്ളതെന്ന് ചോദിച്ച് പലരും രംഗത്തെത്തി. പലരും ഈ ഒരു പാട്ടിന് റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്ന് വരെ പറഞ്ഞു. പക്ഷേ ഇന്നും ആരാധകർ വളരെയധികം ഇഷ്ടത്തോടുകൂടെ കേൾക്കുന്ന, നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടത്തോടുകൂടെ കേൾക്കുന്ന പാട്ടുകളിലൊന്നായി ഈ പാട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പാട്ടിൻ്റെ വിജയം തന്നെയാണ്. ഇനി നമുക്ക് ഈ പാട്ടിലേക്ക് തന്നെ വരാം. ഗൗരി ലക്ഷ്മി പാടിയ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ടിൻ്റെ വാക്കുകളും വരികളും വളരെയധികം മൂർച്ചയുള്ളത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഒരു പാട്ടിലെ വരികൾ എടുത്ത് വായിക്കുമ്പോൾ, തീർച്ചയായും അതൊരു പാട്ടായി പരിണമിക്കുമ്പോൾ, ഒരു റാപ്പ് സോങ്ങിനൊക്കെ വലിയ താളമൊന്നും ഉണ്ടാകില്ല എന്നിരുന്നാൽ കൂടെ ഈ ഒരു പാട്ടിലെ ആദ്യ 4 വരികൾക്ക് ആരാധകരിൽ അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ചെലുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ കൂടെയും ആ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് പാടുന്ന കേൾക്കുമ്പോൾ അത്രമാത്രം ഒരു മനോഹാരിതയൊന്നും തോന്നില്ല. അത് തന്നെയായിരിക്കാം ഈ ഒരു പാട്ടിന് ഇത്രമാത്രം ഹേറ്റ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഒരു പക്ഷേ പാട്ടിൻ്റെ സംഗതിയോ ശ്രുതിയോ ഒരു തേങ്ങയോ അറിയാത്ത എനിക്കിതിനെ വിമർശിക്കാൻ അർഹതയുണ്ടോ എന്നറിയില്ല. പക്ഷെ ഞാനൊരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. പക്ഷേ ജേണർ മാറി ഇറങ്ങി എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ന്യായത്തിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം ഫെജോയും നീരജ് മാധവും അതേപോലെ തന്നെ ഡാബ്സിയും ബേബി ജീനും പിന്നെ റിനോഷ് ജോർജും വികടകവിയും ഒരുപാട് റാപ്പേഴ്സ് ഉള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും റാപ്പ് സോങ്ങുകളെ ആരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മറിച്ച് ഈ പാട്ടിൻ്റെ ആദ്യ വരികളിലെ ആ ഒരു പ്രശ്നം തന്നെയായിരിക്കും ഈ ഒരു പാട്ടിന് ഇത്രമാത്രം ഹേറ്റ് വരുത്താനുള്ള കാരണം. തീർച്ചയായും ഈ 4 വരികളിലെ അർത്ഥത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതിലെ അർത്ഥം എന്ന് പറയുന്നത് വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ളതാണ്, എല്ലാവർക്കും പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൽ പാടിയപ്പോൾ ഒരു പാട്ട് എന്നുള്ള രീതിയിൽ അത്രമാത്രം ആരാധകർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നെഗറ്റീവ് കമൻസ് ഇതിന് വന്നതും. എന്നാൽ പിന്നീട് ഇതിനെ കുറ്റം പറയണമല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഇതിൻ്റെ മൊത്തം വീഡിയോ ആൽബം എടുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇൻ്റർവ്യൂവിൽ അവർ പാടിയതിനേക്കാളും കിടിലമായിട്ട് മനോഹരമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ആൽബത്തിൽ അവർ പാടിയിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ തെറി വിളിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇടാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ബാധിക്കാവുന്നതാണ്. പേഴ്സണലി ഇതിൻ്റെ മൊത്തം പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്ന് തന്നെ പറയണമല്ലോ. കുറ്റപ്പെടുത്തണം എന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്, പക്ഷേ പാട്ട് മൊത്തം കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. താങ്ക് യു.